എല്ലാവരും ചുട്ടുപൊള്ളുകയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ഓരോ ജില്ലയിലും കനത്ത ചൂടാണ്. കേരളത്തിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടും നാള് കുറച്ചായി. ഒരുപാട് പേർ കടൽ തീരത്തേക്ക് തലയിണയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയെങ്കിലും തണുത്ത കാറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ചൂടത്ത് വെന്തുരുകുകയാണ് കേരളം. അതിനിടയിൽ പവർ കട്ടും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഡോക്ടർ ബിനു ബ്രൈറ്റ് ചേരുകയാണ്. പട്ടം SUT ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, കനത്ത ചൂടാണ്. ഇപ്പോൾ പാലക്കാട് 40 ഡിഗ്രിയാണ്, തിരുവനന്തപുരത്ത് 38 നിൽക്കുകയാണ്. അങ്ങനെ കനത്ത ചൂടിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ നിൽക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയേ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം? ഇപ്പോഴും പലരും നമ്മൾ സൺസ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ പോലും അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവർ വരെ ഉണ്ട്. അത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എത്രമാത്രം ആവശ്യമാണെന്നൊരു ബോധവൽക്കരണം പല ആളുകൾക്കും ഇല്ല. നമുക്ക് സൺസ്ക്രീനിൽ തന്നെ തുടങ്ങാം. അതൊരു ആവശ്യകത തന്നെയല്ലേ? തീർച്ചയായും സൺസ്ക്രീൻ ആക്ച്വലി ആവശ്യകത തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ, എന്നാൽ പോലെ മറ്റൊരു സ്ലൈഡ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും അതൊരിക്കലും പൂർണ്ണമായ സംരക്ഷണം തരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്നത്രയും നമുക്ക് ഈ ഒരു 10 അല്ലെങ്കിൽ 11 മണിക്കൂർ 3 മണിക്കൂർ സമയം നമ്മൾ നേരിട്ടുള്ള ചൂട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ ആയിരിക്കും. എന്നാൽ തീർച്ചയായും പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന അരമണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഡോക്ടർ, ഈ സൂര്യതാപം പ്രത്യേകിച്ച് ഈ നമ്മൾ പല രീതിയിലുമുള്ള പ്രിക്കോഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിക്കോഷൻ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ്. ഈ തണുപ്പുള്ള സ്ഥലം ഇപ്പോൾ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ തിരിഞ്ഞാലും ചൂടാണ്. ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് നമ്മൾ നേടിയെടുക്കേണ്ടത്? കാരണം ഇപ്പം സൂര്യതാപമേറ്റ് പലരും പൊള്ളലേൽക്കുന്നുണ്ട്. നല്ല കനത്ത പൊള്ളലാണ് പലർക്കും ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം ഈ ഒരു ഘട്ടത്തിൽ? ഇപ്പൊ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ താപനില 22-നും 32-നും ഇടയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പൊ ഒരു 2 വർഷങ്ങളായിട്ട് 35, 40, 42 ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ UV ഇൻഡെക്സ്, നമ്മൾ വരുന്ന സൂര്യരശ്മിയിലുള്ള UV ഇൻഡെക്സ് ഒരുപാട് കൂടി ഈ അടുത്ത ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഉള്ള സൺറൈസ് അല്ലെങ്കിൽ സൺലൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടയോ അല്ലെങ്കിൽ തൊപ്പിയോ എന്തെങ്കിലും കരുതുക. പിന്നെ നമ്മൾ വണ്ടിയിലാണെങ്കിൽ പോലും നമുക്ക് സൺസ്ക്രീൻ, നമ്മൾ സൺഷീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലും ഒരു പരിധി വരെ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനൊക്കെ പുറമെ നമുക്ക് മിക്കപ്പോഴും പുറത്തിറങ്ങാനുള്ള അവസ്ഥ അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം ഷിഫ്റ്റ് ചെയ്യുന്നത് പോലും പലപ്പോഴും സഹായമാകാറുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ലേബേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ പല ബിൽഡേഴ്സും ഇപ്പോൾ ചെയ്യുന്നത് പോലെ കുറച്ച് സമയം ഈവനിങ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പീക്ക് ടൈം ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ധാരാളമായി വെള്ളം കുടിക്കുക, ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുക. നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ചൂട് കൂടുതൽ ബോഡിയിൽ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതിലൂടെ ടൈറ്റ് ഡ്രസ്സസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ മാക്സിമം ബോഡി കവർ ചെയ്യുക. പിന്നെ പലപ്പോഴും നമുക്കിപ്പോൾ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. UV പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ UV നമ്മുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് അത് വേണമെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം ഈ ഒരു സമയത്ത് മാക്സിമം ഇങ്ങനത്തെ ഓപ്പൺ എക്സസൈസസ്, ഇപ്പം റണ്ണിങ് ആണെങ്കിലും ട്രക്കിംഗ് ഒക്കെ ആണെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു പീക്ക് ടൈമിലെങ്കിലും. ഡോക്ടർ, ഈ ചർമ്മ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണല്ലോ. അത് നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നതും. ഈ ചൂടത്ത് അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. അതിനെന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക. അത് പോയിട്ട് നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. നമ്മൾ അകത്ത് കൊള്ളുന്ന വെള്ളവും ചർമ്മത്തിന് ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. പിന്നെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാം. അതിന്റെ കൂടുതൽ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ നമ്മൾ ഏത് സൺസ്ക്രീൻ ആണെങ്കിലും ഇപ്പൊ SPF 50 ആണെങ്കിലും 60 ആണെങ്കിലും ഇതിനൊക്കെ ഒരു ആക്ഷൻ മേ ബി ഒരു 2 to 3 hours ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് അപ്ലൈ ചെയ്യുക. ഒരു 2 to 3 hours കൂടുതൽ നമ്മൾ സൺലൈറ്റ് നിൽക്കേണ്ടി വരുവാണെങ്കിൽ വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കയ്യിൽ സൺസ്ക്രീൻ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡ്യൂറേഷൻ പുറത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കഴുത്തിലും കയ്യിലും എല്ലാം അപ്ലൈ ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഡോക്ടർ, ഈ മെഡിസിൻസ് കഴിക്കുന്ന ആളുകളും കൂടി ഉണ്ടാവുമല്ലോ. നമ്മുടെ സമൂഹത്തിൽ തന്നെ പലരും മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും. ഒന്ന് ഈ മെഡിസിൻസ് കാരണം ക്ഷീണം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബോഡി വീക്കാവുന്നതിൻ്റെ കൂടെ പുറത്ത് ജോലിയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ സൂര്യാഘാതം കൂടി ഏൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാണ്ട് ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഒരു വലിയ വിഭാഗം സൊസൈറ്റിയിൽ നിൽക്കുന്നവരാണ്. ഇവർക്കൊക്കെ പുറത്തിറങ്ങാനല്ലാതെ വേറെ വഴിയില്ല. അവരുടെ ജീവിത മാർഗമേ ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് എങ്ങനെയായിരിക്കും പ്രിക്കോഷൻസ്? അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും ഉത്തരം? നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകൾക്ക് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ നാച്ചുറൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പ്രത്യേകിച്ച് നമ്മുടെ BP-യുടെ ഒക്കെ മരുന്നുകൾ. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതെ. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കുറച്ച് കൂടുതൽ പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് നമ്മൾ ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ നമ്മൾ പുറത്ത് ഇപ്പം ഓപ്പൺ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മാക്സിമം പ്രൊട്ടക്ഷൻസ് കരുതുക. അതായത് ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബോഡി കവർ ചെയ്യുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഇതെല്ലാം ഒരു പരിധിവരെ ഇതിനെ സഹായിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഇതിലെ ഏറ്റവും അപകടമായ പ്രശ്നം എന്ന് വെച്ചാൽ ഹീറ്റ് സ്ട്രോക്ക് ആണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക, അത് ഉള്ള വ്യക്തിയെ അങ്ങനെ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള എമർജൻസി ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇപ്പൊ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില 40 ഡിഗ്രി കൂടുതൽ ഉയരുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ സ്വന്തം ബോഡിക്ക് തണുപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും പെട്ടെന്ന് ആ വ്യക്തി ഒരു എമർജൻസിയിലോട്ട് മാറുകയും ചെയ്യും. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് എന്താ പറയുക, പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുക, അല്ലെങ്കിൽ ആ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പെട്ടെന്ന് എന്താ പറയുക ഒരുപാട് തവണ ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനപ്പുറം തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത വരെ ഹീറ്റ് സ്ട്രോക്കിനുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തി തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റുക, പിന്നെ ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഈ കാണുന്ന പോലെ ഹീറ്റുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ, അത് പ്രത്യേകിച്ച് പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, പല അസുഖങ്ങളുള്ള വ്യക്തികള്, ഇവരെ കുറച്ച് കൂടുതൽ കരുതുക. അതേപോലെ തന്നെ കുട്ടികളെയും പ്രായമുള്ളവരെയും പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് അധികം കരുതേണ്ടുന്ന സമയം കൂടിയാണ് ഈ ചൂടുകാലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.